ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാം പാഠശാല.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى أيضا في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا وجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون. والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم. صدق الله العلي العظيم. صدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി മുത്തക്കിങ്ങളായി ജീവിക്കുവാൻ ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തക്കിങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ ഭൂമിയിലെ ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കഴിവും ബുദ്ധിയും സാമർഥ്യവുമുള്ള സൃഷ്ടി മനുഷ്യനാണ്. അവന്റെ ഈ കഴിവും സാമർഥ്യവും കാലം പിന്നിടുന്തോറും പുരോഗമിക്കുകയും വികസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ഈ പുരോഗതി അവന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും വളരെ പ്രകടമാണ്. എന്നാൽ മറ്റിതര ജീവജാലങ്ങളെ നാം ഒന്ന് പരിശോധിക്കുക. കാക്ക നൂറ്റാണ്ടുകളായി എങ്ങനെയാണോ അത് കൂടുകൂട്ടുന്നത്, ഇന്നും അത് കൂട് നിർമ്മിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഒരു മാറ്റവും അതിന് സംഭവിച്ചിട്ടില്ല. ഉറുമ്പുകളും ചിതലുകളും അവയുടെ കൂട് അവയുടെ പിറവി മുതൽ എങ്ങനെയാണോ നിർമ്മിച്ചുകൊണ്ടിരുന്നത്, ഇന്നും അവ വീട് നിർമ്മിക്കുന്നത്, കൂട് നിർമ്മിക്കുന്നത് ആ രൂപത്തിൽ തന്നെയാണ്. ചിലന്തി എങ്ങനെയാണോ അതിന്റെ ഉത്ഭവം മുതൽ ഇരപിടിക്കുന്നത്, അത് വല നെയ്യുന്നത്, കൂട് കൂട്ടുന്നത്, അതിലൊരു മാറ്റവും ഇന്നും സംഭവിച്ചിട്ടില്ല. ഇത് ലോകത്തെ എല്ലാ ജീവജാലങ്ങളെ സംബന്ധിച്ചും ബാധകമാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട് നിർമ്മാണത്തിൽ, അവന്റെ ജീവിത സൗകര്യങ്ങളിൽ കാലോചിതമായ അത്ഭുതകരമായ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കേവലം ഒരു വീട് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ രംഗത്തും അത്ഭുതകരമായ മാറ്റമാണ് മനുഷ്യ സമൂഹം നേടുകയും കൈവരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആകാശത്തുകൂടെ പറന്നുപോകുന്ന പക്ഷികളെ നോക്കി ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ആഗ്രഹിച്ചിരുന്നു, തനിക്കും ഇതുപോലൊന്ന് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ചിറക് വച്ച് കെട്ടി മലയുടെ മുകളിൽ നിന്ന് പറക്കാൻ ശ്രമിച്ച പലരും മരണപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്റെ ആഗ്രഹമായിരുന്നു അത്. പക്ഷെ പിന്നീട് മനുഷ്യൻ അതും സാധിച്ചെടുത്തു. ആകാശത്തിന്റെ അനന്തതയിലൂടെ പക്ഷികളെ പോലെ വട്ടമിട്ട് പറക്കുവാൻ, ആഴിയുടെ അടിത്തട്ടിലൂടെ മത്സ്യങ്ങളെപ്പോലെ മണിക്കൂറുകളോളം നീന്തിത്തുടിക്കുവാൻ ഇന്ന് മനുഷ്യന് സാധിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, കടലിന്റെ അടിത്തട്ടിൽ ചെന്നുപെട്ട മനുഷ്യൻ അവിടെ നിന്നും അവന്റെ കണ്ണുകൾ പിന്നെയും താഴോട്ട് പോയി. കടലിന്റെ വലിയ വലിയ പർവ്വതങ്ങൾ തുരന്ന്, കടലിനടിയിലെ ഭൂഗർഭഭാഗങ്ങൾ തുരന്ന് കത്തുന്ന ഇന്ധനം വരെ കടലിനടിയിൽ നിന്ന് അവൻ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകം ഇന്ന് ചലിക്കുന്നത് തന്നെ ഈ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതെല്ലാം മനുഷ്യന് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഖുർആൻ പറഞ്ഞല്ലോ, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശൂ ഫീ മനാകിബിഹ. അവനാണ് ഹുവല്ലദീ ജഅല ലക്കും, അല്ലാഹു, അവൻ ഈ ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു, നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു. മനുഷ്യൻ അവൻ ഉദ്ദേശിക്കാൻ കഴിയും വിധം, അവന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധം ഭൂമിയെ അല്ലാഹു തആല അവന് മെരുക്കിക്കൊടുത്തു. കടലും കരയുമൊക്കെ മനുഷ്യന് അല്ലാഹു തആല വിധേയമാക്കി കൊടുത്തു, മെരുക്കിക്കൊടുത്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്. മറ്റൊരു ജീവിക്കും അല്ലാഹു ഇങ്ങനെ കൊടുത്തിട്ടില്ല. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ, അല്ലാഹു നിങ്ങൾക്ക് ഈ ഭൂമിയെ മെരുക്കി തന്നു, നിങ്ങൾക്ക് വിധേയമാക്കി തന്നു എന്നാണ്. അങ്ങനെ അല്ലാഹു ഈ ഭൂമിയെ മനുഷ്യന് മെരുക്കി കൊടുത്തപ്പോ അവൻ ഈ ഭൂമിയുടെ കരയും കടലുമെല്ലാം നല്ലപോലെ ഉപയോഗിച്ചു. അവൻ അതിലൂടെ സഞ്ചരിച്ചു, അവൻ അതിനെ കൈകാര്യം ചെയ്തു. അങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും മാറ്റങ്ങൾ സംഭവിച്ചു. ജീവിത ശൈലിയിൽ മാറ്റങ്ങളും പുരോഗതികളും ഉണ്ടായി. മനുഷ്യ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ, ആസ്വാദന രീതികളിൽ വരെ വിസ്മയകരമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എത്രത്തോളം എന്നാൽ ഭൂമിക്കപ്പുറത്തേക്കും കണ്ണ് വായിച്ച് അന്യഗ്രഹങ്ങളിൽ ചെന്ന് ജലാശയങ്ങൾ തേടി, ഊർജ സ്രോതസ്സുകൾ തേടി
അന്യഗ്രഹങ്ങളിലേക്ക് വരെ മനുഷ്യൻ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ സത്യമാണ്. പക്ഷെ ഇതെല്ലാം സത്യമായിരിക്കെ തന്നെ ഇതൊക്കെ നേടിയെടുക്കുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഘടനയെ പറ്റിയുള്ള ഒരു രഹസ്യം, അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുലിഖൽ ഇൻസാനു ലഈഫ. മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഭൂമിയിലെ ജീവജാലങ്ങളിൽ അവൻ കരുത്തുറ്റവനും കഴിവുള്ളവനും സാമർഥ്യമുള്ളവനുമാണ്. പക്ഷെ അള്ളാഹുവിന്റെ ലിസ്റ്റിൽ അവൻ ഇപ്പോഴും ദുർബല സൃഷ്ടിയാണ്. ഖുലിഖൽ ഇൻസാനു ലഈഫ. ഒരുപാട് ദൗർബല്യങ്ങളോടുകൂടി നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്തെല്ലാം പുരോഗതികളും നേട്ടങ്ങളും അവൻ നേടിയാലും കൈവരിച്ചാലും അടിസ്ഥാനപരമായി ഒരുപാട് ദൗർബല്യങ്ങളും പോരായ്മകളും കുറവുകളും മനുഷ്യനോടൊപ്പം അവന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മനുഷ്യൻ ചവിട്ടി നിൽക്കുന്ന ഭൂമി ഒന്ന് വിറച്ചാൽ, ആ ഭൂമി ഒന്ന് വിറകൊണ്ടാൽ, അവൻ ഊളിയിട്ട സമുദ്രങ്ങൾ, അവൻ സഞ്ചരിക്കുന്ന കടൽ, അതിന്റെ തിരമാലകൾ ഒന്ന് ആഞ്ഞു വീശിയാൽ അതിന്റെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന മനുഷ്യനെ നാം കാണുന്നു. നേട്ടങ്ങളെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, അങ്ങ് ജപ്പാനിലേക്ക് നോക്കൂ, അങ്ങ് ടോക്കിയോയിലേക്ക് നോക്കൂ എന്നൊക്കെ നമ്മൾ പുരോഗതിയെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്. അതേ വാചകം ഒന്ന് കടമെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അതെ, ഒന്ന് ജപ്പാനിലേക്ക് നിങ്ങൾ നോക്കൂ. ഒരു ജനതയുടെ നിസ്സഹായതയുടെ നേർ കാഴ്ചയാണ് ലോകം ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്ത മാനേജ്മെന്റിൽ ഏറ്റവും വിദഗ്ധരായ ആളുകൾ ലോകത്തെ മറ്റേത് രാജ്യത്തെക്കാളും കൂടുതലുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. അതിവിദഗ്ധന്മാരായ ആളുകൾ. ദുരന്ത നിവാരണ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും ഒന്നാം നിരയിൽ നിൽക്കുന്നൊരു രാജ്യം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ടെക്നോളജിയിൽ ലോകത്തെ മറ്റേത് രാജ്യത്തെക്കാളും പിന്തള്ളിക്കൊണ്ട് അസൂയാർഹമായ നേട്ടം കൈവരിച്ച ഒരു രാജ്യം. വ്യാവസായിക വിപ്ലവം അതിശക്തമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. ഭൗതിക ജീവിതത്തിന്റെ സംവിധാനങ്ങളിൽ, സൗകര്യങ്ങളിൽ ലോകത്തെ മറ്റേത് കോണിലെ മനുഷ്യരെക്കാളും വിസ്മയിപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന പുരോഗതി കൈവരിച്ചിരിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്ത്, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരെ അവരുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് സുനാമി തിരമാലകൾ അടിച്ചു വീശിയപ്പോൾ അതിന്റെ ചിത്രം നമ്മളൊക്കെ കാണുകയുണ്ടായി. എല്ലാം നശിക്കുമ്പോഴും, എല്ലാം തകർന്നടിഞ്ഞ് നശിച്ച് വീഴുമ്പോഴും ഈ ചിത്രങ്ങൾ ഒപ്പിയെടുക്കുന്ന ആ സംവിധാനം മാത്രം തകർന്നില്ല. അതുകൊണ്ടാണല്ലോ നമുക്കിതൊക്കെ കാണാൻ കഴിഞ്ഞത്. ആരുമില്ല കാണാത്തവരായി. ഒഴുകുന്ന കപ്പൽ, ഒഴുകുന്ന ട്രെയിനുകൾ എല്ലാം നമ്മൾ കണ്ടു. എല്ലാം തകരുമ്പോഴും ഈ തകരുന്ന രംഗങ്ങൾ ലോകം കാണണമെന്ന ദൈവിക നിയമമാണ് അതിലൂടെ സംഭവിച്ചത് എന്നാണ് ഞാൻ അതിനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകം കാണട്ടെ മനുഷ്യന്റെ ഈ നിസ്സഹായത. എല്ലാം തകർന്നപ്പോഴും ഈ തകരുന്ന രംഗങ്ങൾ ഒപ്പിയെടുക്കുന്ന ഏത് സംവിധാനമായിക്കൊള്ളട്ടെ, അത് മാത്രം നിലനിന്നു. അങ്ങനെ നമ്മളെല്ലാം ചിത്രങ്ങളും രംഗങ്ങളും കണ്ടു. തകർന്നെറിഞ്ഞ ട്രെയിനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, റൂൾ പെൻസിൽ പോലെ കുന്നുകൂടിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ, കൂറ്റൻ ട്രക്കുകൾ, കൂറ്റൻ വിമാനങ്ങൾ, വിമാനത്താവളങ്ങൾ, കപ്പലുകൾ എല്ലാം ഒലിച്ച് തകർന്നടിഞ്ഞ് കുമിഞ്ഞുകൂടിക്കിടക്കുന്ന ഒരു രംഗം. മനുഷ്യന്റെ നിസ്സഹായത ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ് ഈ ചിത്രം. വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, സൂറത്ത് യൂനസിലെ 24-ാമത്തെ ആയത്ത്. മനുഷ്യൻ നേടിയ ഭൗതികമായ നേട്ടങ്ങളെക്കുറിച്ചും അവൻ വലുതായി കാണുന്ന ഐഹിക ജീവിതത്തെ സംബന്ധിച്ച ഖുർആനിന്റെ ഒരു ഉപമയാണ്. ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാത്തുൽ അർളി മിമ്മാ യഅകുലുൻ നാസു വൽ അൻആം. ഐഹിക ജീവിതത്തിന്റെ ഉപമ. ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ, മനുഷ്യർ ഏറ്റവും കൂടുതൽ
പരിഗണിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്ന, അവൻ ലക്ഷ്യമിടുന്ന ഐഹിക ജീവിതത്തിന്റെയും അതിന്റെ സംവിധാനങ്ങളുടെയും ഉപമ എന്ന് പറയുന്നത്. ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ, ഈ ഭൗതിക ജീവിതത്തിന്റെ ഉപമ കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാത്തുൽ അർള്. ഭൂമിയിലെ ഒരു പ്രദേശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വെള്ളം ഇറക്കി, ആകാശത്ത് നിന്ന് അവൻ വെള്ളം ഇറക്കി. അങ്ങനെ ആ വെള്ളം ഭൂമിയിലെ ആ പ്രദേശവുമായി കൂടിക്കലർന്നപ്പോൾ അവിടെ ഫഖ്തലത ബിഹി നബാത്തുൽ അർള്, സസ്യലതാദികൾ തഴച്ചു വളർന്നു. മനുഷ്യന് തിന്നാൻ കഴിയുന്ന, കന്നുകാലികൾക്ക് തിന്നാൻ കഴിയുന്ന പദാർത്ഥങ്ങളോടും ലേഖനികളോടും കൂടി വലിയ വലിയ സസ്യലതാദികൾ അവിടെ തഴച്ചു വളർന്നു. അങ്ങനെ ഹത്താ ഇദാ അഖറത്തിൽ അർളു സുഖ്റുഫഹ വസയ്യനത് അഹ്ലുഹാ അന്നഹും വലന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ. ആ ഭൂമി അതിങ്ങനെ പച്ചപിടിച്ച് ചേതോഹരമായ, വശ്യമനോഹരമായ, ഏത് കണ്ണുകളെയും വിസ്മരിപ്പിക്കുന്ന തരത്തിൽ ആ പ്രദേശം അങ്ങ് മാറി. ലോകത്തെ ഏത് കണ്ണും ആ പ്രദേശത്തെ കൊതിച്ചു. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം, നമ്മുടെ പ്രദേശവും ഒന്ന് അങ്ങനെയായി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ലോകത്തെ മുഴുവൻ കൊതിപ്പിക്കുന്ന തരത്തിൽ ആ പ്രദേശം ചേതോഹരമായി മാറി. വശ്യമനോഹരമായ ഒരു പ്രദേശമായി ആ നാട് മാറി. എത്രത്തോളം എന്നാൽ വലന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ, അവിടുത്തെ നിവാസികൾ, ആ പ്രദേശത്തെ ആളുകൾ വിചാരിച്ചു പോയി, തങ്ങൾക്കെന്നും ഇത് നിലനിർത്താൻ കഴിയും, ഇതെന്നും അനുഭവിക്കാൻ കഴിവുള്ളവർ തന്നെയാണ് എന്ന് ആ നാട്ടിലെ ജനങ്ങൾ വിചാരിച്ച ഒരു വേളയിൽ അത്താ അംറുനാ ലൈലൻ ഔ നഹാറ, രാത്രിയോ പകലോ അതാ നമ്മുടെ കൽപ്പന ആ നാടിന്റെ മേൽ വന്നു പതിക്കുകയാണ്. ഫജഅൽനാഹ ഹസീര, ഒരൊറ്റ നിമിഷം കൊണ്ട് ആ നാടിനെ അത് ചണ്ടി പോലെയാക്കി. പശുക്കൾ തിന്നു തീർത്ത വൈക്കോല് പോലെ, ചണ്ടി പോലെ ആ നാടിനെ അതാക്കി തീർത്തു. കഅല്ലം തഗനബിൽ അംസ്, ഇന്നലകളിൽ ഭൂമുഖത്ത് അത് ഇല്ലാതിരുന്നത് പോലെ. കഅല്ലം തഗനബിൽ അംസ്, അങ്ങനെ ഒരു പ്രദേശം ലോകം മുഴുവൻ ആഗ്രഹിച്ചിരുന്ന വശ്യമനോഹരമായ ഒരു പ്രദേശം. എന്നാൽ ഇന്ന് കഅല്ലം തഗനബിൽ അംസ്, ഇന്നലകളിൽ അങ്ങനെ ഒരു പ്രദേശം ഈ ഭൂമുഖത്ത് ഇല്ലാതിരുന്നത് പോലെ അല്ലാഹു തആല അതിനെ ആക്കി തീർത്തു. എന്നിട്ട് പറഞ്ഞു, കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനതക്ക് ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട് എന്നാണ്, ചിന്തിക്കാൻ. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഈ ലോകത്ത് നടന്നിട്ട് ആ ദുരന്തത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആന് പറയാൻ ചില വർത്തമാനങ്ങളും ഉണ്ടായിരിക്കെ, മനുഷ്യന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ന് ഖുർആൻ പറയുകയും ചെയ്തിരിക്കെ, ഈ ആയത്തിനെ മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ വിഷയത്തെ മാറ്റിവെച്ചുകൊണ്ട് വേറെന്ത് വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുക? അല്ലാഹു തആല പറഞ്ഞു, ഭൂമിയിലെ ഒരു പ്രദേശം അത് ഏറ്റവും മനോഹരമായി മാറി. അവിടുത്തെ ആ പ്രദേശത്തെക്കുറിച്ച് ലോകത്തെല്ലാവരും ആഗ്രഹിച്ച് ഇതുപോലത്തെ ഒരു പ്രദേശം. അവിടുത്തെ ജനങ്ങളും ധരിച്ചു, ഞങ്ങൾക്ക് ഈ നേട്ടം എന്നും നിലനിർത്താൻ കഴിയും, ഞങ്ങൾക്കിതൊന്നും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചൊരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഒരു തീരുമാനം വരുന്നു. ഭൂമിയിൽ ഇന്നലെ വരെ അങ്ങനെ ഒരു പ്രദേശം ഇല്ലാതിരുന്നത് പോലെ അത് നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇതിൽ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് എന്നാണ്. ജപ്പാനിലെ ആ പ്രദേശത്ത് നടന്ന, ഫുക്കുഷിമോയിൽ നടന്ന ആ സുനാമി ദുരന്തം, നമുക്കതിൽ വേദനയുണ്ട്. അതിൽ മരണപ്പെട്ടു പോയ മനുഷ്യരോട് നമുക്ക് ദുഃഖം രേഖപ്പെടുത്തുക. പക്ഷെ അതോടൊപ്പം അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. മനുഷ്യന്റെ നിസ്സഹായതയുടെ, മനുഷ്യനും അവൻ കൊണ്ടു നടക്കുന്ന ജീവിതത്തിന്റെ ലക്ഷ്യമായി അവൻ കാണുന്ന ഐഹിക ഭൗതിക ജീവിതമുണ്ടല്ലോ, അവന്റെയും അവന്റെ ഭൗതിക ജീവിതത്തിന്റെയും നിസ്സാരതയും നിസ്സഹായതയുമാണ് ഇത് നൽകുന്ന ഒന്നാമത്തെ പാഠം. മനുഷ്യന്റെ നിസ്സഹായത. നീ എന്തെല്ലാം നേട്ടങ്ങൾ നേടിയെടുത്താലും, എന്തെല്ലാം കഴിവുകൾ മനുഷ്യൻ ആർജിച്ചാലും, എത്ര തന്നെ പുരോഗതി അവൻ കൈവരിച്ച് നേടിയെടുത്താലും, മനുഷ്യ നീ നിസ്സഹായനാണ്. ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരം നിന്റെ കയ്യിലല്ല, അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ന ഒരു പാഠം ഈ ദുരന്തം മനുഷ്യനെ സമ്മാനിക്കേണ്ടതുണ്ട്. നീ നിസ്സഹായനാണ് മനുഷ്യ. ഈ പാഠം വിസ്മരിച്ച, അധികാരത്തിന്റെ ബലത്തിൽ ഈ പാഠങ്ങൾ വിസ്മരിച്ചു പോയ
വൻപന്മാരും കൊമ്പന്മാരുമായ ചില ഭരണാധികാരികളും ഈ ലോകത്തുണ്ടായിരുന്നു. അവർ അള്ളാഹുവിനെ വരെ വെല്ലുവിളിച്ച ആളുകളായിരുന്നു. അതിനും മാത്രം ഭൗതികമായ കരുത്ത് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ അവസാന സന്ദർഭത്തിൽ അവർക്കും ഈ പാഠം അംഗീകരിക്കേണ്ടി വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഫറോവയുടെ ജീവിതം അതാണ് പഠിപ്പിക്കുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെല്ലുന്നു. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഫറോവയുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്, പ്രബോധനം നടത്തുകയാണ്. അർസിൽ മഈ ബനി ഇസ്രായേൽ, ഇസ്രായേൽ മക്കളെ എന്നോട് അയക്കണം. എന്റെയും നിന്റെയും റബ്ബായ, ഈ ഇസ്രായേൽ മക്കളുടെ റബ്ബായ, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സൃഷ്ടാവായ റബ്ബായ അള്ളാഹുവിന് നീ കീഴ്പ്പെടണം ഫറോവ എന്ന് ഫിർഔനോട് മൂസാ നബി പറഞ്ഞപ്പോ എന്തായിരുന്നു ഫിർഔന്റെ മറുപടി? മൂസ അന റബ്ബുക്കുമുൽ അഅല, നീ പറയുന്ന റബ്ബിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാനല്ലേ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ റബ്ബ്. എന്നേക്കാളും വലിയൊരു റബ്ബ്, എന്നേക്കാളും ഉത്തമനായ ഒരു റബ്ബ് ഈ ലോകത്തുണ്ടോ? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഈ ലോകത്തിന്റെ ഏറ്റവും ഉന്നതനായ തമ്പുരാൻ. ഈ ലോകത്തിന്റെ അധികാരം എന്റെ കയ്യിലാണ്. ദാ നോക്കൂ മൂസ, നൈല് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ അധികാരത്തിന്റെ കാൽച്ചുവട്ടിലൂടെയല്ലേ? ഈ ഈജിപ്തിന്റെ അധികാരം എന്റെ കയ്യിലല്ലേ? നൈല് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്റെ അധികാരത്തിന്റെ സീമയിലൂടെയല്ലേ? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ റബ്ബ്. പിന്നെ നീ പറയുന്ന റബ്ബ് ഏത്? മൂസാ നബി പിന്നെയും വിശദീകരിച്ചു. ഫിറോൻ പറയുന്നു, അല്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്. എന്നിട്ട് പറയുന്നു, എടോ ഹാമാനെ, ഫിറോൻ തന്റെ മന്ത്രിയെ വിളിക്കുകയാണ്. ഈ മൂസ ഒരു പുതിയ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. എടോ ഹാമാനെ, ഇജഅല്ലി സർഹൻ ലഅല്ലി അത്തലിയു ഇലാ ഇലാഹി മൂസ, നീ എനിക്ക് വേണ്ടി ആകാശത്തേക്ക് ഒരു കോട്ട പണിയൂ, ആകാശത്തേക്ക് ഒരു പടവ് സൃഷ്ടിക്കൂ, ഞാനൊന്ന് കയറി നോക്കട്ടെ ഈ മൂസയുടെ റബ്ബ് അവിടെ എങ്ങാനും ഉണ്ടോ എന്ന്. കളിയാക്കുകയാണ് ഫിറോൻ. ഇവൻ പറയുന്ന ആകാശത്തുള്ള ഇവന്റെ റബ്ബിനെ കുറിച്ച് ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് വേണ്ടി ഒരു കോട്ട പണിയൂ. ഇജ്അല്ലി സർഹൻ ലഅല്ലി അത്തലിയു ഇലാ ഇലാഹി മൂസ, അങ്ങനെ ഒരു സാധനം ഈ ആകാശലോകത്തുണ്ടോ എന്ന് ഞാനൊന്ന് എത്തി നോക്കട്ടെ എന്ന് പറഞ്ഞ് പരിഹാസത്തിന്റെ വാക്കുകൾ ചൊരിയുന്നു ഫിർഔൻ. അവസാനം ആ ഫറോവ ചെങ്കടലിൽ മുങ്ങിച്ചാകുന്ന നേരത്ത് അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് കടല് പിളർന്ന ഇസ്രായേലികൾ കരപറ്റി ഫറോവ ചെങ്കടലിൽ മുങ്ങിച്ചാകുന്ന വേളയിൽ, കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ, മരണത്തെ മുഖാമുഖം കണ്ട വേളയിൽ ഫിർഔൻ കൈനീട്ടി യാചിച്ചു. എന്താണ് ഫിർഔൻ പറഞ്ഞത്? അല്ലാന ഇന്നി ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പറഞ്ഞതെല്ലാം അബദ്ധമായിരുന്നു. ഇതാ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ഇസ്രായേലുകൾ വിശ്വസിച്ച അല്ലാഹുവിൽ ഇതാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വ അന മിനൽ മുസ്ലിമീൻ, ഞാനിതാ മുസ്ലിമായിരിക്കുന്നു, ഞാനിതാ പടച്ചവന് വിധേയനായ അള്ളാഹുവിനെ വഴിപ്പെടുന്ന ഒരു മുസ്ലിമായി ഞാൻ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫറോവ ജീവിതത്തിന്റെ അവസാന സന്ദർഭത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയാണ്. അള്ളാഹുവിന്റെ വിളിയാളമുണ്ടായി, ആ അൽ ആൻ, ഇപ്പോഴാണോ നിന്റെ വിളി? ഫറോവ, ഇപ്പോഴാണോ നിന്റെ യാചന? വഖദ് അസൈത മിൻ ഖബൽ, ഇതിനു മുമ്പ് നീ ധിക്കാരം കാണിച്ചവനാണ്, നമ്മുടെ പ്രവാചകനെ പരിഹസിച്ച് നിന്ദിച്ചു വിട്ടവനാണ് നീ. എന്നിട്ട് ഇപ്പോഴാണോ നിന്റെ ഈ യാചന? ഇല്ല ഫറോവ, ഇന്ന് നീ മരിക്കും, ഇന്ന് നിനക്ക് രക്ഷയില്ല, ഇന്ന് നിന്റെ ജീവിതത്തിന്റെ അവസാനമാണ്. ഈ കടലിൽ നീ മുങ്ങി ചാവുക തന്നെ ചെയ്യും. പക്ഷേ അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, നീ മരിച്ചാലും നിന്റെ ജീവൻ നഷ്ടപ്പെട്ട ഈ മയ്യത്തുണ്ടല്ലോ, അൽയൗമ നുനജ്ജീക ബിബദനിക, നിന്റെ ഈ ബോഡി, ജീവനില്ലാത്ത റൂഹില്ലാത്ത നിന്റെ ഈ ശവശരീരമുണ്ടല്ലോ, അത് ഞാൻ നിലനിർത്തും, അതിനെ ഞാൻ സംരക്ഷിക്കും. സൂറത്ത് യൂനുസിൽ തന്നെയാണ് ഈ ആയത്തും, സൂറത്ത് യൂനുസിലെ 92. അൽയൗമ നുനജ്ജീക ബിബദനിക, നിന്റെ ഈ മയ്യത്തിനെ ഞാൻ നിലനിർത്തും, നിന്റെ ഈ ബോഡി ഞാൻ സംരക്ഷിക്കും. പിന്നീട് വരുന്ന ഇത്തരം ധിക്കാരികൾക്കൊരു പാഠമാകാൻ, നിന്നെ പോലെയുള്ള ധിക്കാരികൾക്ക് വരും കാലത്ത് ഒരു പാഠമാകാൻ വേണ്ടി ജീവനില്ലാത്ത നിന്റെ ഈ ബോഡിയെ ഞാൻ നിലനിർത്തുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചു.
പടച്ചതമ്പുരാന്റെ പ്രഖ്യാപനത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ദൈവീകതയെ ഒന്നുകൂടി അടയാളപ്പെടുത്തിക്കൊണ്ട് അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെങ്കടലിൽ മുങ്ങി മരിച്ച ഫറോവയുടെ റാംസിസ് രണ്ടാമന്റെ മയ്യിത്ത്, അന്ന് മരിച്ച ഫറോവയുടെ പേര് റാംസിസ് രണ്ടാമൻ എന്നാണ്. ഫറോവ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരല്ല, ആ സ്ഥാനപ്പേരാണത്. ഒരു സ്ഥാനപ്പേരാണ് ഫറോവ എന്ന് പറയുന്നത്, ഈജിപ്തിലെ ഭരണാധികാരികളുടെ സ്ഥാനപ്പേര്. അന്ന് ഫറോവയായിട്ടുണ്ടായിരുന്നത് റാംസിസ് രണ്ടാമൻ ആയിരുന്നു. അന്നത്തെ ഫറോവയായിരുന്ന റാംസിസ് രണ്ടാമന്റെ ഈ ബോഡി കടലിൽ നിന്ന് പിന്നീട് കണ്ടെടുക്കപ്പെടുകയും ഇന്നും യാതൊരു കേടുപാടും പറ്റാതെ ഈജിപ്തിലെ കൈറോവിലെ റോയൽ മമ്മി ഹാളിൽ ഈ ഫറോവയുടെ ജഡം സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ലക്ഷോപലക്ഷം ടൂറിസ്റ്റുകൾ അതിങ്ങനെ കണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ അത്ഭുതങ്ങളിൽ ഒന്നാണത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെങ്കടലിൽ മുങ്ങി മരിച്ച ഫറോവ. എന്തായിരുന്നു ഫറോവ കാണിച്ചത്? പ്രവാചകൻ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് നിഗളിച്ച, എന്നെക്കാളും വലിയ റബ്ബ് ഈ ലോകത്തുണ്ടോ എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞ ഫറോവ, തന്റെ നിസ്സാരതയും നിസ്സഹായതയും നിഷേധിച്ച ഫറോവ. പക്ഷെ ജീവിതത്തിന്റെ മരണത്തിന്റെ വേളയിൽ ഫറോവയും അവന്റെ നിസ്സാരത സമ്മതിച്ചു. മരണം, മനുഷ്യൻ അവന്റെ നിസ്സഹായത സമ്മതിക്കാതെ വയ്യ. ചില സന്ദർഭങ്ങളിൽ എത്ര ടെക്നോളജി വികസിച്ചാലും എത്ര സാങ്കേതിക മേന്മ നേടിയെടുത്താലും മനുഷ്യ, നിന്നെ നിസ്സാരനാക്കുന്ന, നീ നിസ്സഹായനാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുന്ന ദൈവികമായ ഒരുപാട് നടപടികളുണ്ട്. ഒരു സത്യമാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മൗലികമായ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന്റെ നിസ്സാരതയും അവന്റെ നിസ്സഹായതയുമൊക്കെ അവനെ ബോധ്യപ്പെടുത്തുന്ന ദൈവികമായ ചില ഇടപെടലുകൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട്. അത് സാമൂഹ്യ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് ഒന്ന് നോക്കണം. അതിലൊന്നാണ് രോഗം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ ഈ ദൈവിക നടപടിയുടെ തന്നെ ഒരു ഭാഗമാണ് രോഗം. മനുഷ്യന് രോഗമില്ലാത്തൊരവസ്ഥയെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആർക്കും ഒരു രോഗമില്ല. ഡോക്ടർമാർ വേണ്ട, കാരണം രോഗമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനത്തെ ഒരു മനുഷ്യ സമൂഹത്തെ പറ്റി. അഹങ്കാരികളായി മനുഷ്യൻ മാറും. പിന്നെ എന്തും ചെയ്യാൻ അവൻ മടിയില്ലാത്തവനായി അവൻ മാറും. രോഗത്തിൽ നിന്ന് നിർഭയത്വം അവന് ലഭിച്ചിരുന്നുവെങ്കിൽ, കണ്ടിട്ടില്ലേ പലരും ജീവിതത്തിലോട്ടൊക്കെ പടച്ചവനിലോട്ടൊക്കെ തിരിച്ചു വരുന്നത് പലപ്പോഴും അത്തരമൊരു പരീക്ഷണ സന്ദർഭത്തിലാണ്. അള്ളാനെയും പരലോകമൊക്കെ മറന്ന് ജീവിച്ച പലരും അവസാനം ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗമോ, മാരകമായ രോഗം, കിഡ്നി തകരാറിലാവുക, അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ഒരുപാട് അനുഭവങ്ങൾ. ഈ രോഗമുൾപ്പെടെ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യന് തന്റെ നിസ്സഹായത ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ചവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവിക ഇടപെടലുകളുടെ ഒരു ഭാഗമാണ്. നമുക്കൊക്കെ അങ്ങനെ ഒരു സംഗതി കൂടി തന്നില്ലായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു രോഗവും എനിക്കുണ്ടാവില്ല. എന്തായിരിക്കും പിന്നെ മനുഷ്യന്റെ അവസ്ഥ? അവൻ ചെയ്യുന്ന അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് പിന്നെ വല്ല അതിരുമുണ്ടാകുമോ? എന്തേ മനുഷ്യൻ കുറെ കടങ്ങുന്നു? എന്തേ അവൻ കുറെയൊക്കെ പടച്ചവന് വിധേയമാകുന്നു? അവന്റെ ജീവിതത്തെ അവൻ വിശുദ്ധമാക്കുന്നു? ഇത്തരം ചില ദൈവികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ നിസ്സാരതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ചവൻ ഈ ഭൂമിയിൽ നടത്തുന്ന ദൈവികമായ ഇടപെടലുകൾ, അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ദുരന്തങ്ങളെയും നമ്മൾ കാണേണ്ടത്. ആ ദുരന്തങ്ങളെ കേവലം ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് മാത്രം വായിച്ചെടുക്കാതെ എന്റെയും നിങ്ങളുടെയും ഒക്കെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുക. ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ രണ്ടാൽ ഒന്നാണ്. ഒന്നെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണം. ഒന്നെങ്കിൽ അള്ളാഹു താല നാം ചെയ്തു കൂട്ടിയ ഏതോ പാപങ്ങളുടെ പേരിൽ നമ്മെ ശിക്ഷിക്കുകയാണ്. കുറെ അരുതായ്മകൾ ചെയ്തു കൂട്ടിയതിന്റെ ഫലമായി പടച്ചോൻ നമ്മെ ശിക്ഷിക്കുകയാണ്.
അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ മാത്രം അള്ളാഹു ഒന്നും ചെയ്തിട്ടില്ല, വിശുദ്ധമായ ജീവനം നയിച്ചിട്ടും രോഗങ്ങൾ, എങ്കിൽ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. പരീക്ഷണമാണെങ്കിൽ സന്തോഷിച്ചു കൊള്ളുക. കാരണം അള്ളാഹു താല നമ്മെ സ്നേഹിക്കാൻ തുടങ്ങിയതിന്റെ ലക്ഷണമാണത്. പരീക്ഷണമാണെങ്കിൽ സന്തോഷിച്ചു കൊള്ളുക. അള്ളാഹു നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു, സ്വർഗം തരാൻ തീരുമാനിച്ചു എന്നതിന്റെ സൂചനയാണത്. റസൂല് പറഞ്ഞു, അശദ്ദുൽ മുഅ്മിനീന ഈമാനൻ അശദ്ദുഹും ബലാഅ. അള്ളാഹു താൻ സ്നേഹിക്കുന്നവരെയാണ് കൂടുതൽ പരീക്ഷിക്കുക. ഈമാൻ കൂടുതലുള്ളവരെയാണ് അള്ളാഹു കൂടുതൽ പരീക്ഷണം എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളതാണ്, ശിക്ഷ ധിക്കാരികൾക്കും. ഇത് രണ്ടും അള്ളാഹുവിന്റെ നടപടിയാണ്. അതുകൊണ്ടാണ് ഇത് ഖുർആൻ പഠിപ്പിച്ചൊരു യാഥാർത്ഥ്യമാണ്. ആമന റസൂലു എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒരിക്കൽ ഞാൻ ആ ഖുത്ബ പറഞ്ഞിട്ടുള്ളതാണ്. ആമന റസൂൽ നൽകുന്ന സന്ദേശം അതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, വേദനകൾ ഒന്നെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണം. പരീക്ഷണമാണെങ്കിൽ സന്തോഷിക്കുക, കാരണം അള്ളാഹു നമ്മെ സ്നേഹിക്കാൻ തുടങ്ങിയതിന്റെ ലക്ഷണമാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിക്കുക. തീക്ഷ്ണമായ പരീക്ഷണങ്ങളാണ് അവർ നേരിട്ടത്. താൻ സ്നേഹിക്കുന്നവരെ അവൻ ഏറ്റവും പരീക്ഷിക്കും, രോഗം കൊണ്ടും പരീക്ഷിക്കും. ശിക്ഷയാണെങ്കിൽ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ഇനി മടങ്ങില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് ആ തെറ്റിൽ നിന്ന് തിരിച്ച് മുക്തനാവുക. ആ ശിക്ഷ അങ്ങ് മാറിപ്പൊക്കോളും, ആ ശിക്ഷ അങ്ങ് നീങ്ങിപ്പൊക്കോളും. പരീക്ഷണമാണെങ്കിൽ സഹനത്തോടെ, ക്ഷമയോടെ, അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ അസഹ്യത പ്രകടിപ്പിക്കാതെ, കാലത്തെയും കുലത്തെയും പഴിക്കാതെ, പടച്ചവന്റെ പരീക്ഷണത്തിൽ സുബ്ർ കാണിച്ച് നിങ്ങൾ ജീവിച്ചേ, അള്ളാഹു അവസാന സ്വർഗമാണ് നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിരിക്കുന്നത്. താൻ സ്നേഹിക്കുന്ന തന്റെ ദാസന്മാരെ കടുത്ത പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിച്ച് അവരെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതിന്റെ സൂചനയാണ് ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ. അതുകൊണ്ട് വിശ്വാസി എന്തിന് നിരാശനാകണം? ജീവിതത്തിൽ വിശ്വാസിക്ക് മുമ്പിൽ ഒരുപാട് വഴികളുണ്ട്. അവിശ്വാസികൾ നിരാശരായി പോകുന്ന ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ദാസന്മാർ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹ് തന്നെയാണ് ഇത് രണ്ടും പറഞ്ഞത്. ഈ ശിക്ഷയും അള്ളാഹിന്റെ ഒരു കാരുണ്യമാണ്. പടച്ചോൻ തരുന്ന ശിക്ഷയുണ്ടല്ലോ, ഈ ശിക്ഷയും അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ്. എങ്ങനെ? എന്താണ് ശിക്ഷയെപ്പറ്റി അള്ളാഹു പറഞ്ഞത്? വലനുദീകന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ പരലോകത്ത് ശിക്ഷ വരും. പക്ഷെ ആ ശിക്ഷ വരുന്നതിന്റെ മുമ്പ് അള്ളാഹ് പറഞ്ഞു, ദുനിയാവിൽ നാം അവരെ ശിക്ഷിക്കും. ആ വരാനിരിക്കുന്ന വലിയ ശിക്ഷയുടെ മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ ചെറിയ ശിക്ഷകൾ കൊണ്ട് നാം അവരെ നേരിടും. എന്തിനാ? ലഅല്ലഹും യർജിഊൻ, അവർക്കൊരു തിരിച്ചുവരവ് നടത്താൻ, അവർ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തിന്മകളിൽ നിന്നൊരു മുക്തരാകാൻ വേണ്ടി, അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു തആല കൊടുത്തൊരു വഴിയാണത്. തന്റെ അടിമകൾ ഇങ്ങനെ പാപം ചെയ്ത് നരകത്തിലേക്ക് ഇങ്ങനെ പോകാതിരിക്കാൻ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് തിരിച്ചുവരവിന് ഒരു അവസരം കൊടുത്തുകൊണ്ട് അല്ലാഹു തആല ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതും പടച്ചവന്റെ നീതിയാണ്, അവന്റെ വിദൂരമായ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഈ നിലക്ക് നമുക്ക് ജീവിതത്തിന്റെ ദുരന്തങ്ങളെ കാണാൻ കഴിയേണ്ടതുണ്ട്, വ്യക്തി ജീവിതത്തിലെ പ്രയാസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനെ ഉൾക്കൊണ്ട് അള്ളാഹുവിനോട് അടുത്ത് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും പടച്ചതമ്പുരാൻ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു.
ونشهد أن لا إله إلا الله الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون ونشهد أن حبيبنا وقدوتنا محمد بن عبد الله الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم عباد الله ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ ഭയന്ന് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷാകാലം അവസാനിച്ച് വെക്കേഷൻ കാലം ആരംഭിക്കാൻ പോവുകയാണ്. പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്, ചിലർക്ക് തുടങ്ങാൻ പോകുന്നു. എന്തായാലും ഒരു വെക്കേഷൻ വരികയാണ്. ഈ വെക്കേഷനോടനുബന്ധിച്ച് നമ്മുടെ ഈ പള്ളിയിൽ ഏപ്രിൽ 4-ാം തീയതി മുതൽ 20-ാം തീയതി വരെ 9-ാം ക്ലാസ് മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന 9, 10, +1, +2 എന്നീ തലങ്ങളിലൊക്കെ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി ഒരു വെക്കേഷൻ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. പരമാവധി നമ്മുടെ മക്കളെ, നമ്മുടെ പരിചയത്തിലുള്ള ആളുകളെ, അവരുടെ മക്കളെയൊക്കെ ആ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അവരൊക്കെ മനസ്സിലാക്കേണ്ട, വലിയ കാര്യശേഷിയൊക്കെ ഇല്ലാതിരുന്ന ഒരു മദ്രസ കാലഘട്ടത്തിലാണ് അവർക്ക് ദീനുൽ ഇസ്ലാമൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കപ്പെട്ടത്. പക്ഷെ അല്പമൊക്കെ ഇനി കാര്യങ്ങൾ തിരിഞ്ഞു തുടങ്ങിയ ഈ ഒരു സന്ദർഭത്തിൽ തന്നെ അവരെ വിളിച്ചിരുത്തി ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ചില വിഷയങ്ങൾ തന്നെ ക്രമീകരിച്ചുകൊണ്ട് വിഷയാധിഷ്ഠിതമായ ക്ലാസ്സുകൾ അവർക്കുണ്ട്. പരലോകം, മാതാപിതാക്കൾ, സ്വർഗവും നരകവും, ജിഹാദ്, ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനകളുടെ ചൈതന്യം, നമസ്കാരത്തിൻ്റെ ചൈതന്യം തുടങ്ങിയ വിഷയങ്ങളിൽ, നല്ല കൂട്ടുകാർ തുടങ്ങിയ തലക്കെട്ടുകളിൽ ഉള്ള വിഷയാധിഷ്ഠിതമായ ക്ലാസ്സുകളും ഈ ദിവസങ്ങളിൽ അവർക്ക് കൊടുക്കും. അതുകൊണ്ട് ഇതൊരു അവസരമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് എല്ലാവരും ഈ അവസരം ഏപ്രിൽ 4 മുതലാണ് ആരംഭിക്കുന്നത്, ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മോട് ഒരു സഹോദരൻ ഇതിനു മുമ്പും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നു, ഭേദപ്പെട്ടു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ പക്ഷെ വീണ്ടും ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ പ്രകടമായിരിക്കുന്നു. ഡോക്ടർ ആവശ്യപ്പെട്ട പ്രകാരം വീണ്ടും ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം പോയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗത്തെ, ആ മാരകമായ രോഗത്തെ അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഭയത്തിൽ നിന്ന് അല്ലാഹു തആല അദ്ദേഹത്തിന് മുക്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി മുടങ്ങാതെ എത്തിയിരുന്ന ഒരു സഹോദരി ശരീരം തളർന്ന് ആശുപത്രിയിൽ കിടന്ന് ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ സഹോദരി നമ്മോട് ദുആ ചെയ്തുകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ രോഗത്തെയും ശിഫയാക്കി കൊടുക്കും.